ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പനീർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു തക്കാളി അരിഞ്ഞത്, വെളുത്തുള്ളി, പിന്നെ 2 ചെറിയ ക്യാപ്സിക്കം, 2 സവാള അരിഞ്ഞതുണ്ട്. അതിനുശേഷം 300 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അത് നടുകെ കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട്, സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഈ പനീർ കഷ്ണങ്ങളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കാരണം കറിയിൽ ഇടുമ്പോൾ അത് ഉടഞ്ഞു പോകാതിരിക്കാനാണ്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഒരു ബ്രൗൺ നിറമായി കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഓരോ സാധനങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് വഴറ്റുമാണ്. സവാള ഇട്ടു, അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോന്നായിട്ട് പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചി തഴുത്തത്, അതിനുശേഷം തക്കാളി എല്ലാം കൂടി ഇട്ടൊന്ന് നല്ലപോലെ വാടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, അതിനുശേഷം ഞാൻ പനീർ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം, ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക. നല്ല ഒരു അരഞ്ഞ് ഗ്രേവി കുഴമ്പ് രൂപത്തിലാവണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കടുക് വറുത്തിട്ട്, ചട്ടിയിലേക്ക് കടുക് വറുത്ത് നമ്മൾ ഇത് അരപ്പെല്ലാം കൂടി ചേർത്ത് അരപ്പിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. അരപ്പ് ഞാൻ കഴുകിയ വെള്ളം കൂടെ ചേർത്ത് ഒരു തിക്നെസ് പരുവത്തിൽ ഞാൻ കറി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ആക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന് ഒരു മീഡിയം പരുവാണ് നല്ലത്. കാരണം ചപ്പാത്തി, പൂരി അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ നല്ലത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.